2025 അവസാനിച്ചു. 2026 ആകാൻ പോവാണ്. ഇനി ആകെ 2 മാസം കൂടെ ഉള്ളൂ നമ്മുടെ 2025 തീരാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം എല്ലാവരും പതുക്കെ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും. ഈ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും പല ആൾക്കാരും പറയുന്നതാണ്, ഓ എനിക്ക് പിന്നെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടൊന്നും വർക്കാവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാറില്ല, എനിക്ക് എൻ്റെ ഒരു ഗുഡ് ഫ്യൂച്ചർ എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. പക്ഷേ വിഷൻ ബോർഡ് ചെയ്യുമ്പോഴും നമുക്ക് ഇത്രയും കാലം എന്താണ്, നമ്മുടെ നമുക്കൊരു സാങ്കല്പിക പിക്ചേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വിഷൻ ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടാറില്ല. പക്ഷേ ഇനി തൊട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ളൊരു സൂപ്പർ ടൂളുണ്ട്. അത് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗൂഗിൾ ജെമിനി. ഗൂഗിൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗൂഗിൾ ജെമിനി എന്ന് പറയുന്ന ടൂൾ. ആ ടൂളിൽ നമുക്ക് നമ്മുടെ ആ ഒരു പിക്ചർ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗോളിനെ നമുക്ക് നമ്മളെ ഏത് രീതി നമുക്ക് കാണണോ അത് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. അതിനുള്ള പ്രോംപ്റ്റൊക്കെ നമുക്ക് ചാറ്റ് ജി പി ടിയിൽ നിന്ന് എടുക്കാം. ചാറ്റ് ജി പി ടിയിൽ നമുക്ക് നമ്മുടെ ഗോൾസും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട്, ഇതാണ് എൻ്റെ ഗോള്, അപ്പോൾ എനിക്ക് എൻ്റെ വിഷൻ ബോർഡിൽ പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ജെമിനിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രോംപ്റ്റുകൾ വേണമെന്ന് പറയാം. അതിനനുസരിച്ച് ചാറ്റ് ജി പി ടി ഇഷ്ടംപോലെ പ്രോംപ്റ്റുകൾ വരും. ആ പ്രോംപ്റ്റ് കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ ജെമിനിയിൽ കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഫോട്ടോയും ഈ പ്രോംപ്റ്റും കൂടെ അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു പടം ട്രാൻസ്ഫോം ചെയ്യാം. പിന്നെ എ ഐ ഉപയോഗിക്കുന്ന അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അപ്പം സൂക്ഷിച്ചും കണ്ടൊക്കെ ഏതായാലും ഉപയോഗിക്കാം. അപ്പോൾ എന്നിട്ട് ആ ഒരു ഇമേജ് എടുത്തിട്ട് നമ്മൾ എന്താണ് ക്യാൻവയിൽ കൊണ്ടുവന്നിട്ട് ക്യാൻവയിൽ വിഷൻ ബോർഡ് ഡിസൈൻ ചെയ്യാം. ഞാൻ എൻ്റെ 2026 വിഷൻ ബോർഡ് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ പല ആൾക്കാരും പറയും വിഷൻ ബോർഡ് ചെയ്താൽ വർക്കാവൂലെന്ന്. ചുമ്മാതാണ്. എൻ്റെ 2025 എന്ന് പറയുന്ന ഒരു ഇയർ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വിഷൻ ബോർഡ് തന്നെയാണ്. ആ ഒരു എനർജി ഉണ്ടല്ലോ, നമ്മൾ വിഷൻ ബോർഡിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു എനർജി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആവും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ബുക്ക് എൻ്റെ ഫസ്റ്റ് ബുക്ക് ഇറങ്ങാൻ പോവുകയാണ്. അത് ഓൾറെഡി പ്രിൻറ്റിങ് എല്ലാം കഴിഞ്ഞു. അത് 2025 ആദ്യം ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ റൈറ്റ് എ ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെക്കുന്ന സമയത്തൊന്നും ഞാൻ എഴുതുമെന്നൊന്നും വിചാരിച്ചൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് എഴുതി എൻ്റെ ഒരു ജേർണലിനകത്ത് ഞാൻ ഒക്ടോബറിൽ എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുമെന്നാണ് എഴുതിയത്. കറക്റ്റ് അതുപോലെ തന്നെ ഒക്ടോബറിൽ എൻ്റെ ബുക്ക് പുറത്തിറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ബുക്കിൻ്റെ പേര് നിഴലിനപ്പുറം ഞാനുണ്ട്, കസൗമി എന്നാണ് ബുക്കിൻ്റെ പേര്. അപ്പോൾ ബുക്കിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഇടാം, വേണ്ടവർക്ക് അത് വാങ്ങിക്കാം. പിന്നെ അതുപോലെ തന്നെ അടുത്ത ബുക്കിൻ്റെ പണിപ്പുരയിലാണ്. അടുത്ത ബുക്ക് ഇംഗ്ലീഷിലാണ് ഇറങ്ങുന്നത്. അതിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ആ ഒരു ജോലി ചെയ്യാനുള്ളൊരു എനർജിയിലോട്ട് നമ്മളെ എത്തിക്കുന്നതിൽ വിഷൻ ബോർഡിന് ഭയങ്കര ഒരു റോളുണ്ട്. സോ അതുകൊണ്ട് വിഷൻ ബോർഡ് കൊള്ളില്ല, അല്ലെങ്കിൽ ചെയ്താൽ നന്നാവില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമ്മൾ ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് ജോലി ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷൻ ബോർഡിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിക്കും. അപ്പോൾ എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കിടിലനായിട്ട് വിഷൻ ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.